നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഇടയത്താഴം കഴിച്ച് നോമ്പ് പിടിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദ അയ്യസൂമ ഫല്ലതസഹർ ബിശൈഇൻ. ആരെങ്കിലും നോമ്പ് പിടിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ഇടയത്താഴമായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. ഒരാൾക്ക് വെള്ളമോ അല്ലെങ്കിൽ ഒരു കാരയ്ക്കോ മറ്റെന്തെങ്കിലും കഴിച്ച് നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. കാരണം ഇടയത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കുക എന്നുള്ളത് ജൂത സംസ്കാരമാണ്. ജൂതന്മാർ ഇടയത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കുന്നു, നമ്മൾ ഇടയത്താഴം കഴിച്ച് നോമ്പ് പിടിക്കുന്നു. തന്നെയുമല്ല, ഇടയത്താഴം കഴിക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളിൽ അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുത്തസഹിരീൻ. ഇടയത്താഴം കഴിക്കുന്നവരുടെ മേൽ അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലും. അള്ളാഹു സ്വലാത്ത് ചെല്ലും എന്ന് പറഞ്ഞാൽ ഇടയത്താഴം കഴിക്കുന്നവരുടെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുന്നു. മലക്കുകൾ അവരുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇടയത്താഴം കഴിച്ച് നോമ്പ് പിടിക്കുക എന്നുള്ളത് നോമ്പിൻ്റെ പ്രധാനപ്പെട്ട സുന്നത്താണ്. പലപ്പോഴും പലരും വളരെ അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇടയത്താഴം കഴിക്കാതെയാണ് നോമ്പ് പിടിച്ചത് എന്ന്. ഇത് തീർത്തും തെറ്റാണ്, പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇടയത്താഴം കഴിച്ച് നോമ്പ് പിടിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്തിൻ്റെ പുണ്യങ്ങളും ബറക്കത്തുകളും കരഗതമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.